ഹലോ ഗായ്സ്, വെൽക്കം ടു വി ടോക്സ്. ഞാൻ GHS വെറ്റിലപ്പാറയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് അഞ്ജിമ പ്രദീപ്. ഇന്ന് നമ്മൾ കുറച്ച് പേര് കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നമുക്ക് ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഫസ്റ്റ്, എൻ്റെ പേര് അരുൺ, ഞാൻ 8B ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് നുഫ, ഞാൻ 8A ക്ലാസ്സിൽ പഠിക്കുന്നു. പേര് ബിഷുലാഫി, ഞാൻ 10Bയിൽ പഠിക്കുന്നു. ഞാൻ ഋഷികേഷ് 9 ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ യദു 9 ക്ലാസ്സിൽ പഠിക്കുന്നു. സോ അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് കലാമേളയാണ്. അപ്പോൾ എന്താണ് ഇപ്പം അരുൺ UP-ന്ന് വേറെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഹൈസ്കൂളിൻ്റെ കലാമേളയിൽ പങ്കെടുക്കുന്നത്. പിന്നെ വേറൊരു സ്കൂളാണ്. അപ്പോൾ എന്താണ് അരുണിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ്, എന്തൊക്കെ ചെയ്യണം എന്നാണ് അരുൺ വിചാരിക്കുന്നത്? UP അപേക്ഷിച്ച് HS കുറച്ച് വളരെ ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും നമുക്ക് നടക്കുക. അതിപ്പോൾ സ്കൂൾ തലമായാലും സബ് ജില്ലാ തലമായാലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം UP-യിൽ നമുക്ക് ഒരു ലാംഗ്വേജ് മത്സരങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഹൈസ്കൂൾ എത്തുമ്പോൾ അതൊരു 10 ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഒന്നാമത് സ്കൂൾ കലാമേള ഞാനിവിടെ ആദ്യമായിട്ട് വന്നിട്ട് എൻ്റെ ആദ്യത്തെ സ്കൂൾ കലാമേളയാണ്. അപ്പോൾ ഇവിടെ 3 വർഷം നിന്ന് പരിചയമുള്ള വിഷ്ണുചേട്ടൻ എന്താണ് ഇവിടുത്തെ കലാമേളയെ പറ്റി പറയാനുള്ളത്? കലാമേള പറഞ്ഞാൽ റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ ഒരു 5-6 മത്സരത്തിൽ കൂടേണ്ടി വരും. ഇല്ലെങ്കിൽ ടീച്ചർമാർ നിങ്ങളെ കൂട്ടും. നിനക്കെന്താണ് പറയാനുള്ളത്? കലാമേള എന്ന് പറയുന്നത് നല്ല ഹാർഡാണ് ജയിക്കണമെങ്കിൽ. ഒരു ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഏതെങ്കിലും ഒരെണ്ണം കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം. കാരണം നമ്മളിപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞ് 100-5% മാത്രമേ ഉറപ്പുള്ളൂ. അപ്പം നമ്മൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ടഫാണ് ഹൈസ്കൂളിൽ നിന്ന്. അപ്പോൾ ഋഷികേഷിന് എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? കലാമേള കായികമേള എന്നൊക്കെ പറയുന്നത് നമ്മുടെ കഴിവിനെ ഒന്ന് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. നമ്മൾ എല്ലാവർക്കും അറിയാം, അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ എടുക്കും, ആരും കളിക്കാനൊന്നും പോവില്ല. ഈ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഫോണിന് അഡിക്റ്റായി നിൽക്കുന്ന ഒരു കാലമാണ്. ആ ഒരു സമയത്ത് ആർട്സും സ്പോർട്സൊക്കെ വരുന്നത് നമ്മുടെ കഴിവിനെയും അറിവിനെയും എല്ലാം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമായിട്ട് കാണണം. അതെ, അപ്പം ഈ കലാമേള എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം കുറച്ച് പേരെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ടൈം എക്സ്റ്റെൻഡ് ആയി പോവുകയും കുറേ നേരം നമ്മൾ ഫോണിൻ്റെ അകത്തിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ചുമ്മാ റീൽസ് അല്ലെങ്കിൽ യൂട്യൂബിൽ ആരുടെയെങ്കിലും വ്ളോഗറിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ ആ ഒരു കാലിബർ നമുക്ക് മനസ്സിലാവും. നമുക്ക് എത്രത്തോളം ഒരു കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പം എന്താണ് എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? കലാമേള കായികമേള എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനെ പരമാവധി വർദ്ധിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ഋഷികേശ് പറഞ്ഞ പോലെ തന്നെ ഇക്കാലത്ത് ഫോണായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് കാണപ്പെടുന്നത്. അതിലൂടെ നമുക്കൊന്നുകൂടിയും നമ്മുടെ കഴിവിനെയൊക്കെ വർദ്ധിപ്പിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഇതിന് പറയാനുള്ളത്? എനിക്ക് പറയാനെന്ന് വെച്ചാൽ അത് തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് എല്ലാം അവർ സ്കൂളുകാർ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. അവർക്ക് വേണം ഇത് സംഘടിപ്പിക്കാതിരിക്കാം, പക്ഷേ നമ്മുടെ കഴിവുകൾ വർദ്ധിക്കണം, നമ്മൾ നല്ലൊരു നിലയിലെത്തണം എന്നുള്ളൊരു വിചാരത്തോടെയാണ് അവരിതൊക്കെ സംഘടിപ്പിക്കുന്നത്. അരുൺ, താങ്കൾ HF-ൽ ആദ്യമായിട്ടാണല്ലോ. ഇത്രയും കാലം UP-യിലായിരുന്നു, താങ്കൾ വേറൊരു സ്കൂളിലായിരുന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ കലാമേളയൊക്കെ? അവിടെ കുറച്ച് കുട്ടികളായത് കാരണം തന്നെ ഒരു ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കലാമേള ഉണ്ടാകുക. എനിക്ക് തോന്നുന്നു 3 പീരീഡൊക്കെ നമ്മുടെ കലാമേളയ്ക്ക് വേണ്ടിയിട്ട് പോവുകയുള്ളൂ. പിന്നെ കുറച്ച് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്ഥലം മതിയല്ലോ. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കുട്ടികളെ അപേക്ഷിച്ച് ഈ ഒരു സ്ഥലത്ത് കലാമേളയ്ക്കുള്ള ഒരു സ്ഥലം ഉണ്ടോ, നമുക്കിവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ നമ്മുടെ കലാമേള നടത്താമായിരുന്നില്ല. എന്താണ് എല്ലാവരുടെ അഭിപ്രായം? ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. നമുക്കിപ്പോൾ സ്പോർട്സിനാണെങ്കിലും നമ്മൾ വേറെ ഗ്രൗണ്ടിൽ ചെന്നിട്ടാണ് നമ്മൾ ഓടുന്നത്. അതും ഒരു വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ മുഴുവൻ വെള്ളമായിരുന്നു. അപ്പം നമുക്ക് സ്പോർട്സ് നടത്താനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ? എന്താണ് എല്ലാവരുടെ അഭിപ്രായം? അത് അരുൺ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 10th-ലാകുമ്പോൾ ഞങ്ങൾ ഫുള്ള് പഠിത്തം എന്നുള്ളൊരിതിലാണ്. ഇപ്പം അടുത്ത് തന്നെ ഇപ്പം ഹൈസ്കൂളിന് എല്ലാവർക്കും എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. എന്നാലും ഇപ്പം ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട്, അതിന് കുറേ റിവിഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്കൊന്ന് കളിക്കാനൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു എന്ന് ഞങ്ങൾക്ക് എപ്പോഴും
തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല നമുക്ക് സ്പോർട്സിനൊക്കെ ഇവിടെ ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പം ബുഷ്രു ഭയങ്കര സ്പോർട്സിന് ആക്റ്റീവാണ്. അപ്പം എന്താണ് ബുഷ്രുവിന് പറയാനുള്ളത് അതിന്? എനിക്ക് പറയാന്ന് വെച്ചാൽ ഇവിടെ ഗ്രൗണ്ട് ഇല്ലാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇവിടുന്ന് പിന്നെ തെരറ്റം വരെ പോകണം, ആർട്സിന് ഇതിനൊക്കെ തെരറ്റം വരെ പോകണം. അതുകൊണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് വന്നാൽ നമുക്ക് നല്ലതായിരുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് നല്ലതാവാൻ പറ്റുമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത്. സോ ഈ ഒരു വി ടോക്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്.